ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും സ്നേഹം, കെയർ, സപ്പോർട്ട് ഇതൊക്കെ ലഭിക്കാൻ, അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ലോ ഓഫ് അട്രാക്ഷനിൽ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിടുക. ഫ്രീ ആവുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോ വന്ന് കാണുക. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 5 അഫർമേഷൻസ്. ഈ അഫർമേഷൻസ് എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ആയിരിക്കും. നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള പരാതിയൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ ഉള്ള പോലെ ഒന്നും ആവില്ല. ഒത്തിരി നിങ്ങളെ സ്നേഹിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി ഒത്തിരി കെയർ ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പറയാം, അഫർമേഷൻസ് പറഞ്ഞ് അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ അഫർമേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓരോന്നോരോന്ന് പറയുമ്പോൾ. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, ഞാൻ ചിത്രയെ ആഗ്രഹിക്കുന്നു, ചിത്ര എന്നെയും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഞാനൊരു പേര് ഉപയോഗിച്ചിട്ടുണ്ട്, ചിത്ര എന്നുള്ളത്. നിങ്ങൾ ആ പേരല്ല യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരിൽ നിന്നാണോ സ്നേഹവും കെയറൊക്കെ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് അവിടെ കൊടുക്കുക, ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ അഫർമേഷനിലും ഈ പേര് വന്നു എന്ന് വരാം. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കിട്ടിയല്ലോ, ഞാൻ ചിത്രയെ ആഗ്രഹിക്കുന്നു, ചിത്ര എന്നെയും ആഗ്രഹിക്കുന്നു. നെക്സ്റ്റ് വൺ, ഞാൻ ചിത്രയെ സ്നേഹിക്കുന്നു, ചിത്ര എന്നെയും സ്നേഹിക്കുന്നു. അടുത്തത്, ഞാൻ ചിത്രയെ കെയർ ചെയ്യുന്നു, ചിത്ര എന്നെയും കെയർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഞാൻ ചിത്രയെ സപ്പോർട്ട് ചെയ്യുന്നു, ചിത്ര എന്നെയും സപ്പോർട്ട് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹത്തിലാണ്. ഞങ്ങൾ തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ഞാനും ചിത്രയും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹത്തിലാണ്, അങ്ങനെയും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് പവർഫുൾ ആയിട്ടുള്ള ഈ 5 അഫർമേഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതത്രയും പവർഫുൾ ആണെന്ന് പറയുന്നത്? ഈ സ്നേഹം, കാര്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് നമുക്ക് പുറത്ത് റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഡെപ്തിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ഫീൽ ചെയ്യും. പിന്നെ മാത്രമല്ല, നമ്മൾ പണ്ട് ഒരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അഫേം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പവർഫുള്ളാണ്. അവിടെ നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല, നമുക്ക് കൂടുതൽ പെട്ടെന്ന് തന്നെ അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആ ഒരു ടെക്നിക്ക് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ചെയ്യുന്നതായിട്ടാണ് നമ്മൾ പറയുന്നത്, കെയർ ചെയ്യുന്നു, സ്നേഹിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ അകത്ത് ആ സംഭവം ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മൾ അഫേം ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ആണ്. യൂസ് ചെയ്ത് നോക്കുക. എങ്ങനെ ഉപയോഗിക്കണം? നിങ്ങളിത് ആദ്യം ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. കുറച്ച് ദിവസം എടുത്തോ. ഒരെണ്ണം പഠിക്കാൻ ഒരു ദിവസം എടുത്താലും കുഴപ്പമില്ല. ചില ആളുകൾക്ക് പെട്ടെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അഫർമേഷൻസ് ഒക്കെ പേഴ്സണൽ കോച്ചിങ്ങിലൊക്കെ കൊടുക്കുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞാലും സാറേ ബൈ ഹാർട്ട് ആയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ഓരോരുത്തരുടെയും മെമ്മറിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിരിക്കും, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ 5 അഫർമേഷൻസ് എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെയും അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പും മനസ്സിൽ ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞാൽ വിത്തിൻ 1 month ഗ്യാരണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് സ്നേഹം കൂടുതൽ കിട്ടും, കെയർ കൂടുതൽ കിട്ടും, സപ്പോർട്ട് കൂടുതൽ കിട്ടും. നിങ്ങളുടെ ലൈഫ് വളരെ മനോഹരമാകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അവർക്ക് വലിയൊരു സപ്പോർട്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഷ്യൂസിൻ്റെ പേരിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.